ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് DLED ICT എക്സാമിന് ഫെറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും വരുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. പാർട്ട് 1-ൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വ്യത്യസ്തതയാർന്ന മറ്റു പല ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നോക്കാം. സ്റ്റാൻഡേർഡ് 7-ലെ സുരക്ഷ ഭക്ഷണത്തിലും എന്ന യൂണിറ്റിലെ പഠന നേട്ടം ആർജിക്കുന്നതിനുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ ഈറ്റിംഗ് ആൻഡ് എക്സസൈസിൽ ഗ്രേഡ് ലെവൽ മിഡിൽ സ്കൂൾ എന്ന സിമുലേഷനിലെ വെരി ആക്റ്റീവ് സെലക്ട് ചെയ്യുക. 18 വയസ്സ് പ്രായവും 1.4 മീറ്റർ ഉയരവും അഥവാ ഹൈറ്റാണ്, 42 കിലോഗ്രാം ഭാരവും അഥവാ വെയ്റ്റ്, 17.8% കൊഴുപ്പുമുള്ള അഥവാ ബോഡി ഫാറ്റുള്ള ഒരു ആൺകുട്ടിക്ക് ഒരു ദിവസം എത്ര കലോറി ഊർജ്ജം ആവശ്യമാണ് എന്ന് കണ്ടെത്തുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി ചോദ്യം നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ സ്കൂൾ റിസോഴ്സസ് ഫെറ്റ് എന്ന രീതിയിൽ നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് പ്ലേ വിത്ത് സിംസ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബൈ ഗ്രേഡ് ലെവൽ എന്ന ഓപ്ഷനിൽ നിന്നും മിഡിൽ സ്കൂൾ, ഇവിടെ ബൈ ഗ്രേഡ് ലെവലിൽ നമ്മൾ മിഡിൽ സ്കൂൾ സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചോദ്യത്തിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രേഡ് ലെവലിൽ മിഡിൽ സ്കൂളാണ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഈറ്റിംഗ് ആൻഡ് എക്സസൈസ് ആണ്. അപ്പോൾ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈയുടെ ഫസ്റ്റ് പ്രവർത്തനമായി വരുന്നത് ഈറ്റിംഗ് ആൻഡ് എക്സസൈസ് ആണ്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് ഈ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഓക്കെ കൊടുക്കാം. സോഫ്റ്റ്വെയർ തുറന്നു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രവർത്തനം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെരി ആക്റ്റീവ് എന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മെയിലാണ് നമുക്ക് വേണ്ടത്, ആൺകുട്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ മെയിൽ എന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ സെഡൻറ്ററി എന്ന് പറയുന്ന ഈ ഒരു ആരോ മാർക്കിനകത്താണ് നമുക്ക് വെരി ആക്റ്റീവ് എന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ വെരി ആക്റ്റീവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് പ്രായമാണ്. അപ്പോൾ നമുക്കിവിടെ ഏജ് 18 ആക്കേണ്ടതുണ്ട്. നമ്മളിവിടെ 18 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 22 എറേസ് ചെയ്തതിന് ശേഷം അവിടെ 18 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ 1.4 മീറ്റർ ഹൈറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് മായ്ച്ചതിന് ശേഷം നമ്മൾ 1.4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 1.4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1.4 നമുക്കൊന്നുകൂടി ക്ലിക്ക് ചെയ്യാം. 1.4. ഇപ്പോൾ ഇവിടെ ഫീറ്റ് ഇൻ ഹൈറ്റ് ആയ കാരണം അവിടെ അത് വരുന്നില്ല. ഫീറ്റ് ഇഞ്ചിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് 42 കിലോഗ്രാം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 42 എന്ന് എഴുതാം. അതിനുശേഷം നമ്മളോട് ബോഡി ഫാറ്റ് പറഞ്ഞിരിക്കുന്നത് 17.8 ആണ്. അപ്പോൾ നമുക്കിവിടെ 17.8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 17.8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്ര കലോറി ആവശ്യമാണ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻടേക്ക് 0 കലോറി പെർ ഡേ, ബേൺഡ് 1019.147 കലോറി പെർ ഡേ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാനാണ് നമ്മളോട് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ, നമുക്ക് ഈ ഒരു വിൻഡോ ആണ് നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് ടൈക്ക് സ്ക്രീൻഷോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ബോക്സിനകത്ത് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ് നമ്മളോട് പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ Q7 എന്ന് ഇതിന് പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്യണം. സേവ് ഇൻ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് അതർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഹോം സെലക്ട് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹോമിൽ DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം ഫോൾഡറിനകത്ത്
DLED പ്രൊഡക്ട്സിനകത്ത് ഈ ഫയൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്താം. നമ്മളെ ഫയൽ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഫെറ്റിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ബേസിക്സ് ബൈ ഗ്രേഡ് ലെവൽ മിഡിൽ സ്കൂളിലാണ് ഈ ഒരു സിമുലേഷൻ ഉള്ളത്. സിമുലേഷൻ സെലക്ട് ചെയ്ത് ഓക്സിജൻ്റെ 3 അവസ്ഥാരൂപങ്ങളിലുള്ള അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് തന്മാത്രകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ അണ്ടർസ്കോർ സോളിഡ്, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ അണ്ടർസ്കോർ ലിക്വിഡ് അണ്ടർസ്കോർ ഗ്യാസ് എന്നീ ഫയൽ നാമങ്ങളായി ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനം ചെയ്യാനായി നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, സ്കൂൾ റിസോഴ്സസ്, ഫെറ്റ് എന്ന രീതിയിൽ ഫെറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം പ്ലേ വിത്ത് സിമുലേഷൻസ് സെലക്ട് ചെയ്യുന്നു. നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബൈ ഗ്രേഡ് ലെവൽ മിഡിൽ സ്കൂളിലാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉള്ളത്. അപ്പോൾ ബൈ ഗ്രേഡ് ലെവൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മിഡിൽ സ്കൂൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് ഓഫ് മാറ്റർ വരുന്നത് എസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എസ് വരുന്ന ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ബേസിക്സ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സിമുലേഷനാണ് നമ്മളോട് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലേ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ബേസിക്സ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. സ്റ്റേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓക്സിജൻ സെലക്ട് ചെയ്യാനാണ്. ഓക്സിജൻ്റെ സോളിഡ് ലെവലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുപോലെ ലിക്വിഡ് ലെവൽ, ഗ്യാസ് ലെവൽ. അപ്പോൾ ഈ 3 എണ്ണവും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 3 അവസ്ഥാരൂപങ്ങളിലാണ് നമ്മളോട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് സോളിഡ് ചെയ്യാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. ടേക്ക് സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം നമുക്ക് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ Q7 അണ്ടർസ്കോർ, ഇവിടെ നമ്മൾ സോളിഡ് ആണ്, അതുകൊണ്ട് സോളിഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ഇൻ ഫോൾഡറിൽ അതറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോം ഫോൾഡറിനകത്ത് DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ലിക്വിഡും ഇതുപോലെ നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ ചെയ്യുന്നു. ഇതുപോലെ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ, ടേക്ക് സ്ക്രീൻഷോട്ട്, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ Q6. ഓക്കെ, നമ്മൾ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അണ്ടർസ്കോർ ലിക്വിഡ് എന്നിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് കൊണ്ട് നമ്മൾ സേവ് ഇൻ ഫോൾഡർ എന്ന് പറയുന്നത് DLED പ്രൊഡക്ട്സ് തന്നെയാണ്, നമ്മൾ മാറ്റേണ്ടതില്ല. അപ്പോൾ നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് ഗ്യാസ് സ്റ്റേറ്റ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഗ്യാസ് സെലക്ട് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ടേക്ക് സ്ക്രീൻഷോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അണ്ടർസ്കോർ ഗ്യാസ് എന്ന പേരിൽ നമ്മൾ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLED പ്രൊഡക്ട്സ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ 3 സ്ക്രീൻഷോട്ടുകളും ഇവിടെ ലഭ്യമാണ് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് ഫെറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. 6ാം ക്ലാസ്സിലെ ചേർക്കാം പിരിക്കാം എന്ന യൂണിറ്റിൽ നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ് എന്ന പഠന നേട്ടം ഉറപ്പിക്കുന്നതിനായി ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ് എന്ന സിമുലേഷൻ ബൈ ഗ്രേഡ് ലെവലിൽ എലമെൻ്ററി സ്കൂളിലാണ് ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യുക. ജലം 1.5 ലിറ്ററായി ക്രമീകരിക്കുക. 0.05 മോൾ പെർ ലിറ്റർ പഞ്ചസാരയും ഷുഗർ 0.05 മോൾ പെർ ലിറ്റർ കറിയുപ്പും സോൾട്ടും ചേർത്ത ലായനിയിലെ ചാലകത അഥവാ കണ്ടക്ടിവിറ്റി പരിശോധിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ,
സ്കൂൾ റിസോഴ്സസ് ഫെറ്റ് എന്ന രീതിയിൽ ഫെറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലേ വിത്ത് സിമുലേഷൻസിൽ ബൈ ഗ്രേഡ് ലെവലിൽ എലമെൻ്ററി സ്കൂളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എലമെൻ്ററി സ്കൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ എസിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ പ്ലേ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു വിൻഡോയിൽ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ സൊല്യൂഷനും അതുപോലെ സോൾട്ട്, ഷുഗർ ഇത് രണ്ടും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് സൊല്യൂഷൻ ഒരു 1.5 ലിറ്റർ ആക്കണം. ഇവിടെ നമുക്ക് വാല്യൂസ് കാണുന്നതിന് വേണ്ടി ഷോ വാല്യൂസ്, ഇവിടെയാണ് ഷോ വാല്യൂസ് ഉള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു വാട്ടർ ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. 1.5 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂട്ടിയത് 1.51 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടുന്ന് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ 1.50 ലിറ്റർ വാട്ടർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾട്ട് എത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 0.05 ആണ്. അതുപോലെ തന്നെ ഷുഗറും. അപ്പോൾ നമുക്ക് കുറേശ്ശെ സോൾട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളെ വാല്യൂസ് ചേഞ്ച് ആവുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾട്ട് 0.05 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഷുഗർ സെലക്ട് ചെയ്യാം. ഷുഗർ നമ്മൾ അതിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാല്യൂസ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ രണ്ടും 0.05 ആക്കി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലായനിയിലെ ചാലകത അഥവാ കണ്ടക്ടിവിറ്റി പരിശോധിക്കണം. അതിനുവേണ്ടി കണ്ടക്ടിവിറ്റിയുടെ ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കുക. ഇവിടെ കൊടുന്ന് വെക്കുന്ന സമയത്ത് ആ ബൾബ് ചെറുതായി പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് DLED പ്രൊഡക്ട്സിലേക്ക് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഗ്രേബ് ദ കറൻറ്റ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ _ നമ്പർ നമ്മളൊരു Q7 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ഇൻ ഫോൾഡർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. ഹോമിനകത്ത് DLED പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും.